Hey, Savari Girigiri. Hey man, what's happening? തമ്പി என்ன கவுண்டர சும்மா நடு ரோட்ல அட்டி வாங்குறேன்? തമ്പി പൊട്ടി ஆறு. എന്നോട് What's the problem? We are enforcement people. So what? So what? എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈ മടക്കി 6ആം വാരിക്കിട്ടിരിക്കുന്ന പോക്കർത്തരത്തിന്റെ പുതിയ പേരോ? എനിക്ക് മനസ്സിലാകുന്നില്ല. സവാരി ഗിരിഗിരി താൻ ആരാ? പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ. എം.എൻ. നമ്പ്യാരല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. പിടിച്ചോ. യു ക്യാൻ കോൾ മീ ആസ് സർ. SIR സർ. സർ. കാരണം ഞാനും ഒരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോ മനസ്സിൽ ചോദിച്ചത്. പറയാം. ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രമെന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി. മോനെ ആപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ. മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പറ പുരുഷോത്തമൻ എന്ന MP അതോ മുണ്ടക്കേ രാജേന്ദ്രനോ? ഏത് മാസം തികയാണ്ട് പിറന്നവനായാലും വേണ്ടില്ല, ആ പെട്ടി തിരിച്ച് ഗണ്ടർ വണ്ടി വെക്കാൻ. എടാ തെണ്ടി, ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില് ഇതിലോട്ട് വെക്ക. മോനെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല, തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. പോടാ മുട്ട തലൈവ, ഈ പൊറക്കി ഞങ്ങളെ ശരിക്കും ഇടിച്ച് ഇവനാ. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ഗൗണ്ടറെ ആ വണ്ടി കയറ്. ഗുരുസ്വാമി ഈ വണ്ടിയില്. ഈ തെണ്ടി കാർത്തികേയനോ? കാർത്തികേയനല്ല, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ഉവ്വ് അറിയാമേ. കാർത്തികേയനൊക്കെ പണ്ട്. ഇത് കാർത്തികേയൻ മുതലാളി. മംഗലശ്ശേരി റോഡ്വേസ്, മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറീസ്. നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. അത് നന്നായി പുരുഷോത്തമ, നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1 2 തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട്, അല്ലടോ? ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായിപ്പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ? ഇതാണ് ആ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച എഗ്രിമെന്റ്. അതുதான் நிறைய கையெழுத்து போட்டுட்டுമുണ്ട്. ഈ പടുപാവി പറഞ്ഞിടത്തെല്ലാം പുടി. കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അതിങ്ങിതാ കാർത്തികേയ. അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തികേയ കളിക്കല്ലേ. കാർത്തികേയനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു. സവാരി ഗിരിഗിരി കളി. നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഗൗണ്ടർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവൻ പെരിയ പ്രാണിത്തരമാണ് കാണിച്ചത്.
இவன் பணம் நம்ம கையில் வாங்கி வச்சால் அது நம்மளுக்கும் கஷ்டமாகும். டேய் முட்டாள், யாரடா அவனுக்கு எம்பின்னு பேர் வச்சது? அதுக்கு என்னடா மீனிங்? மணி புடுங்குறவனா? മോനെ പുരുഷു, ഈ കാർഡ് ഇനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. சிங்கம் தம்பி, சிங்கம். ശേഖരമാമ റെഡിയായോ? എന്താടോ നിന്റെ അമ്മാവനെന്ന് രാവിലെ തുടങ്ങിയ പരവേശമാണല്ലോ. ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും. എന്താ അനന്തരവനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത്? 10-35 കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച മുള്ള് അതെടുക്കാനൊരു ചെറിയ സൂചി കിട്ടി. അതിന്റെ സന്തോഷമായി കണ്ടതൊക്കെ. മോൾ ഹോസ്പിറ്റലിലേക്ക് പോയോ? ഓ, കഴിക്കുന്നില്ലേ? പിന്നെ 8-9 കൊല്ലം ശേഖരനകത്ത. അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല. പിന്നെയോ വാപ്പച്ചി ഫോൺ കിട്ടണില്ല. സുഹൃത്തുക്കൾ വാ, നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം. കുറെ നേരെ തുടങ്ങിയേക്കണ് ടെലിഫോൺ മക്കളി. ബാബുജി, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവർ ആക്കണ്ട കേട്ടോ. ഓ സോറി. ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ പോക്കെടുത്തതാ. എന്റെ വാവാ. അങ്ങോട്ടിരിക്കണം ശേഖരൻ. സമയമുണ്ട് തമ്പ്യാരെ, ധൃതിയില്ല. പതുക്കെ പതുക്കെ മതി. ഞാൻ അതിന്റെ ഒരു നിയമവശമാണ് പറഞ്ഞത്. ബാങ്കിന്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പൊ ശേഖരനാണ്. ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡന്റ്ഷിപ്പ് അങ്ങ് ഏറ്റെടുക്കുക. ഇനി വൈകില്ല നമ്പ്യാർ സാർ, സമയമായി എന്ന് ഞങ്ങൾക്കും അറിയാം. ഇത് മാനേജർ രാധാകൃഷ്ണൻ. പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിന്റെ ഭരണം
ഇത്ര വലിയ വില കൊടുത്ത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത്. താൻ എനിക്ക് അന്യനല്ല. തൻ്റെ മോൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുന്നതോടെ നമ്മൾ ബന്ധുക്കളുമായി. ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. തൻ്റെ ചെവിയിൽ അതൊന്നും കയറിയില്ല. അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കണത് കണ്ടില്ലേ? ഒന്ന് വെച്ചുപിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല ഞാൻ. എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല. പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. ആ, തന്റെ മകന്റെ കാര്യം പറ. ട്രാൻസ്ഫർ ഓർഡറായി. പാലക്കാട് SP. ഓ, അറിഞ്ഞോ? കൂടി വന്നാൽ 2-3 നാൾ അതിനുള്ളിൽ ചാർജ് എടുക്കും. എക്സാക്ട്ലി. വെച്ച് താമസിക്കണ്ട, ഇനി വൈകാതെ നമുക്ക് നടത്താം. എന്താ? സന്തോഷം. അവന്റെ ജാതകത്തിലെ ആ കുഴപ്പകാലം ദാ ഇപ്പൊ തീരാ. ആ, ഒരു കാര്യത്തിലെ ശേഖരമാമയ്ക്ക് നിർബന്ധമുള്ളൂ. അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി. നാളെ ഇവന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അവളൂടെ കെട്ടും പട്ടിയായിട്ട് പോകാൻ തുടങ്ങിയാല് പിന്നെ അത് നശിക്കും. അവൾ അത്ര കാര്യമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഡോക്ടർ ജാനകി എന്ന് കേൾക്കുമ്പോ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാരും അറ്റൻഷനാ. തന്റെ അല്ലേ സൃഷ്ടി.